ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ നമ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ നോക്കാം. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനഃ യോഗം ച ശംസസി യത് ശ്രേയ ഏതയോഃ ഏകം തത് മേ ബ്രൂഹി സുനിശ്ചിതം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനഃ യോഗം ച ശംസസി. സന്യാസം കർമ്മണാം, കർമ്മങ്ങളുടെ സന്യാസം, സമ്യക് ന്യാസം, ഉപേക്ഷിക്കൽ. അപ്പോൾ കർമ്മങ്ങളുടെ ത്യാഗത്തെക്കുറിച്ചും പിന്നീട് യോഗം ച ശംസസി, കർമ്മയോഗത്തെക്കുറിച്ചും അങ്ങ് പ്രശംസിക്കുന്നു. യത് ശ്രേയ ഏതയോഃ ഏകം, ഏതയോഃ ഏകം, ഈ രണ്ടിൽ ഒന്ന്, യത് ശ്രേയ, ഏതാകുമോ ശ്രേഷ്ഠമായിട്ടുള്ളത്, തത് അതിനെ, മേ ബ്രൂഹി എന്നോട് പറഞ്ഞാലും, സുനിശ്ചിതം ഉറപ്പാക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞാലും. അങ്ങ് ഇപ്പോൾ കർമ്മങ്ങളുടെ പരിത്യാഗത്തെക്കുറിച്ചും അത് കഴിഞ്ഞിട്ട് കർമ്മയോഗത്തെക്കുറിച്ചും വളരെ പ്രശംസിക്കുന്ന രീതിയിൽ പറഞ്ഞു. എന്നാൽ ഇത് രണ്ടിൽ ഏതാണ് എനിക്ക് ശ്രേയസ്സുണ്ടാവുക എന്നത് അങ്ങ് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ട് എന്നെ ഉപദേശിച്ചാലും. കാരണം ഈ 2 മാർഗങ്ങളെയും അങ്ങ് പ്രശംസിക്കുമ്പോൾ ഈ രണ്ടിൽ ഏതാണ് ഞാൻ പിന്തുടരേണ്ടത് എന്നുള്ള ഒരു സംശയം അർജുനൻ്റെ മനസ്സിൽ വരുന്നു. അപ്പോൾ അർജുനന് ഈ രണ്ടിൽ ഏത് മാർഗം സ്വീകരിച്ചാലാണോ ശ്രേയസ്കരമായി ഭവിക്കുക, അതിനെ എനിക്ക് പറഞ്ഞു തരണമേ ഭഗവാനെ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഇതുവരെ ഭഗവാൻ കർമ്മയോഗത്തെക്കുറിച്ചും കർമ്മ സന്യാസത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ ഈ 3-ാം അധ്യായത്തിൽ വിവരിച്ചു. ഇങ്ങനെ കർമ്മത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ട് കർമ്മയോഗവും കർമ്മസന്യാസവും ശ്രേഷ്ഠമാണെന്നും പറഞ്ഞു വച്ചു. ഇവിടെ കർമ്മയോഗമാണ് ശ്രേഷ്ഠം കർമ്മസന്യാസത്തെക്കാളും എന്ന രീതിയിൽ അങ്ങ് പറയുമ്പോൾ, ഞാൻ ഈ ബന്ധുജനങ്ങളെയൊക്കെ വധിച്ചിട്ട് ആ കർമ്മയോഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പാപം എന്നെ ബാധിക്കില്ലേ? അതുകൊണ്ട് കർമ്മസന്യാസമാവില്ലേ എനിക്ക് ഉത്തമമായിട്ടുള്ളത് എന്ന ഒരു ആശങ്കയും അർജുനൻ്റെ മനസ്സിൽ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഉണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ അർജുന വിഷാദ യോഗത്തിൽ അർജുനൻ തൻ്റെ പിതാമഹനെയും ഗുരുക്കന്മാരെയും കുല ആചാര്യന്മാരെയും ഒക്കെ എതിർപക്ഷത്ത് തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന് അണിനിരന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ, ഇത്രയും ബഹുമാന്യരായി ഇവരോടൊക്കെയാണല്ലോ ഞാൻ യുദ്ധം ചെയ്യേണ്ടത്, തന്നെയുമല്ല മറ്റുള്ളവരാണെങ്കിലും സഹോദരന്മാരുമാണ്, അവരുടെ പിന്തുടർച്ചക്കാരാണ്, അവരുടെ ബന്ധുക്കളാണ്, ഇതെല്ലാം ഞാൻ എങ്ങനെയാണ് അവരോട് യുദ്ധം ചെയ്യുക എന്നുള്ളൊരു ആശങ്കയിലേക്ക് അർജുനൻ എത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ചും കർമ്മസന്യാസത്തെക്കുറിച്ചും ഭഗവാൻ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ അർജുനൻ്റെ മനസ്സിലേക്കൊരു ആശയം കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം.
ഈ കർമ്മയോഗം അനുഷ്ഠിച്ച് ഇത്രയും ആളുകളെല്ലാം വധിച്ച് കുരുക്ഷേത്ര യുദ്ധം നടത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഭഗവാനെ, ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ത്യജിച്ചിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് തപസ് ചെയ്ത് ജ്ഞാനമാർഗത്തിലൂടെ ശ്രേയസ്സിനെ പ്രാപിച്ചുകൊള്ളാം എന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ചിന്തയ്ക്ക് ഉപോത്ബലകമായിട്ടുള്ള ചോദ്യമാണ് അർജുനൻ ഇവിടെ ചോദിക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും ആളുകളെയൊക്കെ കൊന്നൊടുക്കി ഈ യുദ്ധം ചെയ്യേണ്ടത്? ഇതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കില്ലേ എനിക്ക് ഈ മഹാപാതകത്തിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് മറ്റു വല്ല മാർഗവും തേടുന്നത് എന്നാണ് അർജുനൻ്റെ ചോദ്യം. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. ശ്രീഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. സന്യാസഃ കർമ്മയോഗഃ ച നിശ്രേയസകരൗ ഉഭൗ തയോഃ തു കർമ്മസന്യാസാത് കർമ്മയോഗഃ വിശിഷ്യതേ. സന്യാസഃ കർമ്മയോഗഃ ച, കർമ്മസന്യാസവും കർമ്മയോഗവും നിശ്രേയസകരൗ ഉഭൗ, രണ്ടും നിശ്രേയസിന് അല്ലെങ്കിൽ മോക്ഷത്തെ നേടിത്തരുന്നത് തന്നെയാണ്. പക്ഷേ തയോഹോ, അത് രണ്ടിലും വെച്ചിട്ട് കർമ്മസന്യാസാത്, കർമ്മ പരിത്യാഗത്തെക്കാൾ കർമ്മയോഗ വിശിഷ്യതേ, കർമ്മയോഗമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. അർജുനൻ്റെ ചോദ്യം അനുസരിച്ച് ഭഗവാൻ ഉത്തരമായിട്ട് പറയുകയാണ്, സന്യാസവും കർമ്മയോഗവും അല്ലെങ്കിൽ കർമ്മ സന്യാസവും കർമ്മയോഗവും രണ്ടും ശ്രേഷ്ഠങ്ങൾ തന്നെയാണ്, രണ്ടും പരമാത്മാ പ്രാപ്തിക്ക് ഉതകുന്നത് തന്നെയാണ്. അങ്ങനെയാണെന്നിരിക്കലും തയോഹോ തു കർമ്മസന്യാസാത്, ഇത് രണ്ടിൽ വച്ചും കർമ്മസന്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മയോഗം എന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ ഈ യുദ്ധഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അർജുനൻ ചോദിക്കുന്നത്. ഭഗവാനെ, ഞാൻ എവിടെയെങ്കിലും പോയിരുന്ന് തപസ് ചെയ്ത് ജ്ഞാനം നേടി ശ്രേയസ്സിനെ പ്രാപിക്കുന്നതല്ലേ നല്ലത് എന്ന് മുൻപൊരിക്കൽ ചോദിച്ചിട്ടുമുണ്ട്. അങ്ങനെ ആ അർജുനൻ്റെ മനസ്സിനെ മനസ്സിലാക്കിയ ഭഗവാൻ ഇവിടെ കർമ്മസന്യാസമാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ ആ നിമിഷം അർജുനൻ തൻ്റെ തേര് പിന്തിരിഞ്ഞ് ആ യുദ്ധരംഗത്ത് നിന്ന് പിൻവാങ്ങും. ഭഗവാന്റെ ആ ഒരൊറ്റ വാക്ക് മതി അർജുനൻ അമ്പും വില്ലുമെല്ലാം ഉപേക്ഷിച്ച് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യാൻ. പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ പ്രാഥമികമായിട്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര പ്രയോജനം ഇനി അങ്ങോട്ട് ഉള്ള അധ്യായങ്ങൾ നമുക്ക് കാണാം. എന്താണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധുജനങ്ങളെ പരിരക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ അമർച്ച ചെയ്യുന്നതിനും യുഗം തോറും ഞാൻ സംഭവാമി സമ്യക് ഭവാമി, ഞാൻ പൂർണ്ണമായി അവതരിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കൃഷ്ണാവതാര സമയത്ത് ഭൂമിക്ക് ഭാരമായിരിക്കുന്ന ദുഷ്ടന്മാരായ രാജാക്കന്മാരെ അമർച്ച ചെയ്യുക എന്നുള്ള അവതാര ഉദ്ദേശമായിട്ട് വന്നെത്തിയിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നിരായുധനായി നിന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ്റെ തേര് നയിക്കുന്ന ഭഗവാൻ ഈ 18 അക്ഷൗഹിണി പടയുമായി നിരന്നു നിൽക്കുന്ന കൗരവ പാണ്ഡവപക്ഷത്തെ രാജാക്കന്മാരൊക്കെ സ്വയം
യുദ്ധം ചെയ്ത് നശിക്കാനെത്തിയിരിക്കുന്നവരാണ്. ഭഗവാന്റെ ഒരൊറ്റ വാക്കിൽ നീ യുദ്ധം ചെയ്യേണ്ട അർജുന, മടങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഈ 18 അക്ഷൗഹിണി പടയുമായി വന്ന് നിലനിൽക്കുന്ന കൗരവ പാണ്ഡവ സൈന്യങ്ങൾ എല്ലാം വീണ്ടും ഭൂമിക്ക് ഭാരമായിട്ട് തുടരുക തന്നെ ചെയ്യും. ഭൂമിദേവിയുടെ അഭ്യർത്ഥനയും ഈ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ ഭാരം എനിക്ക് താങ്ങാവുന്നതിലധികമാണ്, ഞാനങ്ങ് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്നാണ് ഭൂമിദേവി ചെന്ന് ബ്രഹ്മദേവനും മഹാദേവനും ഒക്കെ ചേർന്ന് ക്ഷീരസാഗരത്തിൻ്റെ തീരത്ത് ചെന്ന് നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ ആ അവതാര പ്രയോജനം സാധ്യമാകണമെങ്കിൽ ഈ ധർമ്മയുദ്ധം നടക്കുക തന്നെ വേണം. എന്നാൽ അതിലും ധർമ്മത്തിന് വലിയ ഒരു പ്രാമുഖ്യം കൊടുത്തതുകൊണ്ടാണ് ഭഗവാൻ അത് ഒഴിവാക്കാനായിട്ടുള്ള ഉപായങ്ങളെല്ലാം സ്വീകരിച്ചത് എന്ന് വേണം കരുതാൻ. എല്ലായ്പ്പോഴും ഭഗവാൻ സ്വയമേവ ഒന്നും ചെയ്യാൻ മുന്നിട്ടിറങ്ങാറില്ല. അതിൻ്റെ സാഹചര്യങ്ങൾ വന്നു ചേരുമ്പോൾ ഓരോന്നും ഭഗവാന്റെ ഇംഗിതമനുസരിച്ച് മറ്റുള്ളവർ ചെയ്യുന്നതല്ലാതെ സ്വയമേവ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കൗരവ രാജധാനിയിലേക്ക് പാണ്ഡവരുടെ രാജദൂതുമായിട്ട് ഭഗവാൻ ചെന്നെത്തുന്നത്. അവിടെ വെച്ചിട്ട് ദുര്യോധനാൽ അധിക്ഷിപ്തനായി ക്രൂരമായ വാക്കുകളാൽ മുറിവേൽക്കപ്പെട്ട് അവസാനം ഭഗവാനെ കാരാഗ്രഹത്തിൽ അടയ്ക്കും, ബന്ദിയാക്കും എന്നെല്ലാം പറഞ്ഞപ്പോഴാണ് അവിടെ വിശ്വരൂപം പ്രദർശിപ്പിച്ച് ഭഗവാൻ അവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പോഴും അവിടെ കൂടി നിന്നിരുന്ന ഒരാളെ പോലും ഭഗവാൻ വധിച്ചില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. കാരണം ഭഗവാന്റെ കരങ്ങളാൽ വധിക്കപ്പെട്ടാൽ ദുഷ്ടന്മാരായ രാജാക്കന്മാർക്ക് മോക്ഷപദം ലഭിക്കും എന്നുള്ളതും, എന്നാൽ ഈ ക്രൂരന്മാരായ ആതതായികൾ ഭഗവാന്റേതായ അനുഗ്രഹം അർഹിക്കുന്നില്ല എന്നതുകൊണ്ട് അവിടെ വച്ച് ഭഗവാൻ ആരെയും വധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഭഗവാന്റെ അവതാര ഉദ്ദേശത്തെ പ്രാവർത്തികമാക്കുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് അർജുനൻ. അയാളെ മാനസികമായി ഉത്തേജിപ്പിച്ച് എടുത്തുകൊണ്ട് വേണം ഭഗവാൻ തൻ്റെ അവതാര ഉദ്ദേശം ചെയ്യാൻ എന്നുള്ള ഒരു നിലപാടാണ് ഭഗവാൻ ഇവിടെ സ്വീകരിക്കുന്നത്. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഈ ഭഗവാന് ഭൂമിദേവിക്ക് ഭാരമായിരിക്കുന്ന അല്പം മാത്രമായിരിക്കുന്ന ഈ രാജാക്കന്മാരെ നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുക എന്നതും ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. എന്നിരുന്നാലും അതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഉപദേശിക്കാൻ കഴിയുന്ന രീതിയിൽ ധർമ്മത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് എങ്ങനെ നിർവഹിക്കാം എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ കാണിച്ചു തരുന്നത്. സന്യാസകർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മ സന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ജ്ഞേയസ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ജ്ഞേയഃ സഹ നിത്യസന്യാസി യഃ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വഃ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ജ്ഞേയഃ സഹ അയാളെ അറിഞ്ഞാലും, എന്തായിട്ട് അറിഞ്ഞാലും, നിത്യസന്യാസിയായിട്ട് അറിഞ്ഞാലും. ആരെ? യഹ ന ദ്വേഷ്ടി ന കാംക്ഷതി. ഏതൊരാളാണോ ദ്വേഷിക്കുന്നില്ലയോ അല്ലെങ്കിൽ കാക്ഷിക്കുന്നില്ലയോ അയാളെ നിത്യസന്യാസിയാണ് എന്ന് അറിയേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് നിർദ്വന്ദ്വ, ഈ ദ്വന്ദ്വങ്ങൾ ഇല്ലാത്തവനായിരിക്കും അങ്ങനെയുള്ള ആൾ. അവർക്ക് സുഖം ബന്ധാത് പ്രമുച്യതേ, ബന്ധങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മോചനം നേടാനും സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഏതൊരാളാണോ ലൗകികമായ വിഷയങ്ങളെ കൊണ്ട് ദ്വേഷിക്കാതിരിക്കുന്നതും
അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്താതിരിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകളെയാണ് നിത്യസന്യാസി എന്ന് അറിയപ്പെടേണ്ടതും. അങ്ങനെയുള്ളവർ ഈ ദ്വന്ദ്വങ്ങളിൽ ഒന്നും പെടാതെ അതിനും ഉപരിയായി സദാസമയം വർത്തിക്കുന്നതുകൊണ്ട് അവർ വളരെ സുഖകരമായ രീതിയിൽ ബന്ധങ്ങളെ ഒക്കെ ജയിക്കാൻ സാധിക്കുന്നവരായിത്തീരുന്നു. ഇവിടെ നിത്യസന്യാസി എന്നുള്ള പദത്തിന് അർഹനാകുന്നവൻ ആര് എന്ന് നമ്മൾ ചോദിച്ചാൽ, ഓരോരോ കാര്യങ്ങളിലും നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ കിട്ടുമ്പോൾ സന്തോഷവും ഇഷ്ടപ്പെടാത്തത് വന്നു ചേരുമ്പോൾ ദുഃഖം അല്ലെങ്കിൽ ദ്വേഷ്യം ഒക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഭൗതിക വസ്തുക്കൾക്കായിട്ട് വളരെയധികം ആകാംക്ഷയോടുകൂടി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. തന്നെയുമല്ല, ഈ സുഖത്തിലും ദുഃഖത്തിലും ചൂടിലും തണുപ്പിലും മാനവും അപമാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ചാഞ്ചല്യ അവസ്ഥ ആർക്കാണോ ഇല്ലാത്തത് അവരാണ് നിത്യസന്യാസി എന്ന് പറയപ്പെടുന്നത്. അവരാവട്ടെ യാതൊരു വിഷമതയും കൂടാതെ അവർക്ക് ഇഹലോകത്തിൽ നിന്ന് എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തരാവാൻ വളരെ എളുപ്പം സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന വിരക്തി എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രകടമായി കാണുന്നത്. നമ്മൾ എന്തെല്ലാം സുഖസൗകര്യങ്ങൾ അനുഭവിച്ചാലും അതിനോടെല്ലാം ഉള്ള ആസക്തി കാലക്രമേണ കുറഞ്ഞു വരേണ്ടതാണ് മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും അവശ്യമായ ഘടകം. എത്ര താല്പര്യത്തോടു കൂടിയാണോ പണ്ട് നമ്മൾ ഒരു വസ്തുവിനെ ഭുജിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു ഭക്ഷണമാവട്ടെ ഉദാഹരണമായിട്ട്, എത്ര താല്പര്യത്തോടു കൂടി നമ്മൾ കഴിച്ചിരുന്നതാണോ ആ ഭക്ഷണം, അതേ ഭക്ഷണം തന്നെ കാലം ചെല്ലുന്തോറും ആ താല്പര്യത്തിൽ ഒരു കുറവ് വന്നു ചേരണം എന്നാണ് ഇവിടെ പറയുന്നത്. ഭക്ഷണം ഒരു ഉദാഹരണം മാത്രമാണ്. ലൗകിക വിഷയങ്ങൾ എല്ലാത്തിലും ഇതുപോലെ ആരംഭത്തിൽ ഉണ്ടാകുന്ന അത്ര ആസക്തി കാലം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് വിരക്തിയെ നേടാനും ഒട്ടും വൈകാതെ തന്നെ മോക്ഷപദ പ്രാപ്തിക്ക് യോഗ്യരായിത്തീരാനും ഒക്കെ സാധിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നതും അതുതന്നെയാണ്. ദ്വന്ദ്വങ്ങൾ ഇല്ലാതെ ആകുന്ന ഒരു സന്യാസി വളരെ പെട്ടെന്ന് തന്നെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. എല്ലായ്പ്പോഴും ഇഹലോകത്തിൽ ഉള്ള നമ്മുടെ ഈ ബന്ധങ്ങളാണ് പരമപദ പ്രാപ്തിക്കുള്ള തടസ്സമാകുന്ന ബന്ധനങ്ങളായി ഭവിക്കുന്നത്. അതുകൊണ്ടാണ് മുൻകാലങ്ങളിലെല്ലാം ചില ആളുകൾ ലൗകിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ സന്യാസത്തിലേക്ക് പോയതായിട്ടെല്ലാം കാണുന്നത്. അതിന് അനുസൃതമായ മാനസികാവസ്ഥ ഉള്ളവർ ആ മാർഗം സ്വീകരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ ആർക്കാണോ ലൗകിക വിഷയങ്ങളോട് അദമ്യമായ ആസക്തിയുള്ളത് അവർ ഈ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോയാൽ അതൊട്ടും വിജയിക്കുന്ന ഒരു കാര്യമായി ഭവിക്കുകയില്ല. അങ്ങനെയുള്ളവർ ഭൗതികതയിൽ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതെല്ലാം കുറേശ്ശെയായി അനുഭവിച്ച് അതിനോട് വിരക്തി തോന്നിക്കഴിയുമ്പോൾ സ്വാഭാവികമായ മുക്തിക്ക് യോഗ്യരായി ഭവിക്കും. ഇവിടെ ഈ നിർദ്വന്ദ്വ എന്ന് പറഞ്ഞാൽ ആ സുഖവും ദുഃഖവും ഒക്കെ സമഭാവനയോടുകൂടി കാണാൻ ആർക്ക് കഴിയുന്നു? പൂർണ്ണമായ ലൗകികനായ ഒരാൾക്ക് ഒരിക്കലും സുഖമുണ്ടാകുമ്പോൾ സന്തോഷിക്കാതിരിക്കാനാവില്ല, ദുഃഖമുണ്ടാകുമ്പോൾ വിഷമിക്കാതിരിക്കാനും
കഴിയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സുഖവും ദുഃഖവും എല്ലാം ഇഹലോക ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ്. ഇത് സ്ഥായിയായ ഒന്നല്ല. ഇത് ആഗമാപായികൾ എന്ന് ഗീതയിൽ പറയും പോലെ ഇത് വന്നും പോയും കൊണ്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാർ. ഈ സുഖം ഉണ്ടാകുമ്പോഴും ദുഃഖം ഉണ്ടാകുമ്പോഴും മനസ്സിൻ്റെ ചാഞ്ചല്യ അവസ്ഥയെ നിയന്ത്രിക്കാൻ വളരെയധികം സാധിക്കുന്നവരായിത്തീരുന്നു. അല്ലെങ്കിൽ വളരെയധികം നല്ല കാര്യങ്ങൾ നേടുമ്പോൾ മനസ്സിനെ ഒരു പരിധി വിട്ട് സന്തോഷിക്കാൻ അനുവദിക്കാതിരിക്കുന്നതും, വളരെ ദുഃഖകരമായ ഒരവസ്ഥയിലൂടെ പോകുന്ന സമയത്ത് മനസ്സിനെ തീരെ അല്ലെങ്കിൽ വളരെയധികം വിഷമിക്കാതിരിക്കാൻ ശ്രദ്ധ വയ്ക്കുന്നതും ചെയ്യുന്ന ഒരാൾ അയാളുടെ മനസ്സിൻ്റെ താളം മോക്ഷപദ പ്രാപ്തിക്ക് യുക്തമായി ഭവിക്കും. അതുകൊണ്ടാണ് നിർദ്വന്ദ്വ എന്നിവിടെ ഭഗവാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവർ വളരെ സുഖകരമായിട്ട് തന്നെ ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് പരമപദ പ്രാപ്തിക്ക് യോഗ്യരായിത്തീരും എന്ന് പറയുന്നത്. ജ്ഞേയസ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപി ആസ്ഥിതഃ സമ്യക് ഉഭയോഃ വിന്ദതേ ഫലം. സാഖ്യയോഗവും, സാഖ്യവും യോഗവും ജ്ഞാനയോഗവും കർമ്മയോഗവും പൃഥക് വെവ്വേറെയാണെന്ന് ബാലാഹ പ്രവദന്തി, ബാലന്മാർ പറയുന്നു. ന പണ്ഡിതാഹ, എന്നാൽ പണ്ഡിതന്മാർ അപ്രകാരം പറയുന്നില്ല. ഏകമപി ആസ്ഥിതഃ സമ്യക്, ഈ സാഖ്യത്തെ ആണെങ്കിലും കർമ്മത്തെ ആണെങ്കിലും ഏതെങ്കിലും ഒന്നിനെ സമ്യക് വേണ്ട വിധത്തിൽ ആസ്ഥിതഃ ആശ്രയിക്കുകയാണെങ്കിൽ ഉഭയോഹോ ഇത് രണ്ടും ഫലം വിന്ദതേ ഫലത്തെ തരുന്നവയാണ്. ഈ സാഖ്യവും അല്ലെങ്കിൽ ജ്ഞാനയോഗവും കർമ്മയോഗവും വെവ്വേറെയാണ് എന്ന് ബാലബുദ്ധികളായിരിക്കുന്ന അല്ലെങ്കിൽ അറിവില്ലാത്തവരായിരിക്കുന്ന ആളുകൾ പറയുന്നു. പക്ഷേ അറിവുള്ള പണ്ഡിതന്മാരാവട്ടെ ആ പ്രകാരം പറയുന്നുമില്ല. ഇവിടെ ഭഗവാൻ പറയുന്നത് ഇതിൽ രണ്ടിൽ ഏതു മാർഗം സ്വീകരിച്ചാലും നന്നായി അനുഷ്ഠിക്കപ്പെട്ടാൽ ഈ രണ്ട് മാർഗവും ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഇതിൽ ജ്ഞാനയോഗമോ കർമ്മയോഗമോ ശ്രേഷ്ഠം എന്ന് ഭഗവാൻ പറയുന്നില്ല. അത് വേറെ വേറെയാണെന്ന് അറിവില്ലാത്തവർ പറഞ്ഞു എന്നിരിക്കലും അറിവുള്ളവർ അപ്രകാരം പറയുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ ഇത് രണ്ടും ഏതൊന്നായാലും ശരിയായ രീതിയിൽ ആചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ആശ്രയിക്കുകയാണെങ്കിൽ ഈ രണ്ട് മാർഗങ്ങളും ഫലത്തെ പ്രദാനം ചെയ്യാൻ യുക്തം തന്നെയാണ് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. ഇവിടെ ജ്ഞാനയോഗവും കർമ്മയോഗവും വെവ്വേറെയാണ് എന്ന് ബാലബുദ്ധികളായിരിക്കുന്ന ആളുകൾ പറയുന്നു. പക്ഷേ പണ്ഡിതന്മാർ ഒരിക്കലും അപ്രകാരം പറയുന്നില്ല. ഇതിൽ ഏത് മാർഗമായാലും ജ്ഞാനമാർഗമായാലും കർമ്മമാർഗമായാലും വേണ്ട വിധത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ആചരിച്ചു കഴിഞ്ഞാൽ രണ്ടും ഫലത്തെ പ്രദാനം ചെയ്യുന്നത്, രണ്ടും മോക്ഷപദത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ബാലാഹ എന്ന് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അറിവില്ലാത്തവരെ സംബന്ധിച്ചാണ്. അറിവില്ലാത്ത ആളുകൾ ഈ സാഖ്യയോഗവും ജ്ഞാനയോഗവും വെവ്വേറെയാണ് എന്ന് പറഞ്ഞു നടക്കുന്നു. പക്ഷേ പണ്ഡിതന്മാർ അപ്രകാരം പറയുന്നില്ല. ഏത് മാർഗം നമ്മൾ സ്വീകരിച്ചാലും വേണ്ട വിധത്തിൽ ആ മാർഗത്തെ അവലംബിച്ചാൽ ഈ രണ്ട് മാർഗങ്ങളും
ശ്രേഷ്ഠമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മുക്തിപദത്തെ നേടിത്തരാൻ പ്രാപ്തമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ അർജുനൻ്റെ ആഗ്രഹം ജ്ഞാനയോഗമാണ് കർമ്മയോഗത്തെക്കാൾ ശ്രേഷ്ഠം എന്ന് ഭഗവാനിൽ നിന്ന് ഒരു ഉപദേശം ലഭിക്കും എന്നാണ്. അപ്പോഴാണ് അർജുനന് ഈ അമ്പും വില്ലും തേരും എല്ലാം ഉപേക്ഷിച്ച് കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാനായിട്ട് സാധിക്കുക. എന്നിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് തപസ് ചെയ്ത് ഞാൻ പരമപദം പ്രാപിച്ചു കൊള്ളാം എന്ന് പറയുന്നത്. പക്ഷേ ഭഗവാൻ ജ്ഞാനയോഗവും കർമ്മയോഗവും ഒരേപോലെ തന്നെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ കഴിവുള്ളതാണ് എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ധാരാളം മനുഷ്യർ, അവരിൽ ചിലർക്കുണ്ടാകുന്ന കഴിവുകൾ മറ്റു ചിലരിൽ കാണുന്ന അവരുടെ കഴിവുകൾ ഒക്കെ തികച്ചും വിഭിന്നങ്ങളാണ് എന്ന് മനസ്സിലാവും. ചിലർ സ്പോർട്സിലൂടെയെല്ലാം ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്നവരാകുമ്പോൾ, മറ്റു ചിലർ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലൂടെ പ്രസിദ്ധരാകുന്നു. ഇനിയും മറ്റു ചിലർ അവരവരുടെ കർമ്മപഥത്തിലൂടെ മുന്നേറി അതിൽ ശ്രേഷ്ഠരാണെന്ന് തെളിയിക്കുവാൻ അവർക്ക് കഴിയുന്നു. എല്ലാ മാർഗങ്ങളും ശ്രേഷ്ഠമായ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ കർമ്മമാർഗത്തെയും ജ്ഞാനമാർഗത്തെയും രണ്ടായിട്ട് കാണേണ്ടതല്ല എന്നാണ് ഭഗവാൻ ആവർത്തിച്ച് അർജുനനോട് പറയുന്നത്. അതുകൊണ്ട് അർജുന, ഒരിക്കലും ഈ കർമ്മയോഗത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് ശ്രേഷ്ഠം ജ്ഞാനയോഗമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. നീ ചെയ്യേണ്ടത് നിൻ്റെ അഭിരുചിക്കനുസരിച്ചിട്ട് ഈ ധർമ്മയുദ്ധം തന്നെയാണ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഭഗവാൻ തൻ്റെ വാക്കുകളെ എത്തിക്കുന്നത്. സാഖ്യയോഗൗ പൃഥക് ബാലാ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം യത്സാംഗൈ പ്രാപ്യതേ സ്ഥാനം തദ് യോഗൈരഭിഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. ഏത് സാംഖ്യൈഃ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈഃ അഭിഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യഃ പശ്യതി സഹ പശ്യതി. യത് സാംഖ്യൈ പ്രാപ്യതേ സ്ഥാനം, യത് സ്ഥാനം, ഏതൊരു സ്ഥാനത്തെയാണ് സാംഖ്യൈഃ പ്രാപ്യതേ സാംഖ്യന്മാർ പ്രാപിക്കുന്നത്, തത് അതിനെ യോഗൈഃ അഭിഗമ്യതേ യോഗമാർഗത്തിലൂടെയും എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ഏകം സാംഖ്യം ച യോഗം ച, ഈ സാംഖ്യത്തെയും യോഗത്തെയും യഹ പശ്യതി, ആരാണോ ഒന്നായി കാണുന്നത്, ഏകം പശ്യതി ഒന്നായി കാണുന്നത്, സഹ പശ്യതി അയാൾ അറിയേണ്ടതിനെ അറിയുന്നു, അല്ലെങ്കിൽ ആ സത്യത്തെ, അല്ലെങ്കിൽ ആ സത്വത്തെ, അല്ലെങ്കിൽ ആ തത്വത്തെ അറിയുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സാംഖ്യശാസ്ത്രവും അല്ലെങ്കിൽ സാംഖ്യയോഗവും കർമ്മയോഗവും നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഒരേ ലക്ഷ്യസ്ഥാനമാകുന്ന പരമാത്മ ചൈതന്യത്തിലേക്കാണ്. അപ്പോൾ ഈ സാംഖ്യവും യോഗവും ഒക്കെ ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നവരാണ് ആത്മതത്വം അറിയുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് മാർഗങ്ങളിലും യാതൊരു ഭേദവും ഇല്ല, രണ്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് എന്നാണ്. സാംഖ്യന്മാർ അല്ലെങ്കിൽ കർമ്മസന്യാസികൾ എന്ന ഗണത്തിൽപ്പെടുന്നവർ നിരന്തരമായ ധ്യാനയോഗം മുഖേന പരമാത്മതത്വത്തെ സാക്ഷാത്കരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥമായിട്ട് യാതൊരു ഫലത്തെയും ഇച്ഛിക്കാതെ സകല കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ചതായും അത് അറിവ് നേടാനുള്ള ഉപായമായും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നവരാണ്.
അവർ അനുഷ്ഠിക്കുന്ന കർമ്മയോഗം വഴി അന്ധകരണം ശുദ്ധീകരിച്ചിട്ട് ആത്മാനുസന്ധാനത്തിൻ്റെ വഴിയിലേക്ക് എത്തി അതിന് യോഗ്യരായിട്ട് ഭവിച്ച് ക്രമേണ പരമാത്മതത്വ സാക്ഷാത്കാരവും നേടിയെടുക്കുന്നു. ഇപ്രകാരം ഈ സാംഖ്യ യോഗമായാലും കർമ്മയോഗമായാലും ഈ രണ്ട് മാർഗത്തിലൂടെയും ഇതിൻ്റെ ലക്ഷ്യമൊന്നാണ് എന്ന് മനസ്സിലാക്കുന്നവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അല്ലാതെ ഇത് വെവ്വേറെയാണ് എന്ന് ധരിക്കുന്നവർ അവരുടെ അനുഷ്ഠാനത്തിലുള്ള അപാകത മൂലം അല്ലെങ്കിൽ പോരായ്മ മൂലം അവർക്കത് സിദ്ധിക്കാതെയും പോകാം. അതുകൊണ്ട് കർമ്മയോഗം യഥാഭിരുചി, ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച്, എല്ലാവർക്കും ഒരേ മാർഗമല്ല നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോരുത്തരിലും ലീനമായിരിക്കുന്ന ഗുണകർമ്മ വിഭാഗശഃ, ആ ഗുണത്തിനും കർമ്മത്തിനും ഒക്കെ അനുസൃതമായ രീതിയിലുള്ള മാർഗങ്ങളാണ് ശ്രേഷ്ഠമായി ഭവിക്കുക. ഇവിടെ അർജുനെ സംബന്ധിച്ചിടത്തോളം ധ്യാനയോഗത്തിനുള്ള യോഗ്യതയല്ല അർജുനനുള്ളത്. അർജുനനെ കർമ്മയോഗത്തിനായിക്കൊണ്ട് നിയുക്തനാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയുന്നത്. അവരവരുടെ ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. എൻ്റെ ഗുണത്തിനനുസരിച്ച് ഞാൻ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ മറ്റൊരാളുടെ കർമ്മങ്ങളെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സ്വധർമ്മം അനുഷ്ഠിക്കുന്നില്ല എന്ന അപവാദമോ പോട്ടെ, പരധർമ്മം നമ്മളെ ഭയം കൊണ്ടുവരുത്തുന്ന ഒരു സാധന കൂടിയായി ഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യഥാ അഭിരുചി, ഓരോരുത്തരുടെയും അഭിരുചിക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങളാണ് അവരവർ അനുഷ്ഠിക്കേണ്ടത്. അർജുനനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനയോഗ പ്രാപ്തിക്കുള്ള യോഗ്യതയല്ല അദ്ദേഹത്തിൽ ലീനമായിരിക്കുന്നത് കർമ്മയോഗത്തിനുള്ള യോഗ്യതയാണ്. അങ്ങനെയുള്ള ആൾക്ക് കർമ്മയോഗത്തിലൂടെ തന്നെ ശ്രേയസ്സിനെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. യത് സാംഖ്യൈ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരഭിഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യ പശ്യതി സ പശ്യതി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.